നിങ്ങൾ ദിവസവും കഴിക്കുന്ന ഇഡ്ഡലി കൂടുതൽ ആരോഗ്യകരമാക്കാനായിട്ട് അതിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, നിങ്ങൾ ഉപയോഗിക്കുന്ന അരി വെള്ള അരിക്ക് പകരം തവിടുള്ള അരിയാക്കുക. രണ്ടാമത്തത്, നിങ്ങൾ അരിയിൽ ചേർക്കുന്ന നിങ്ങൾ ഉഴുന്നിൻ്റെ അളവ് കൂട്ടുക. അതോടൊപ്പം പരിപ്പ് കൂടുതൽ മിക്സ് ചെയ്ത് ചേർക്കുക. ഉഴുന്നിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഇഡ്ഡലി കല്ല് പോലെ ആകുമെന്ന് ഭയപ്പെടുന്നവർ നമുക്ക് അരിയോടൊപ്പം തന്നെ കുറച്ച് അവലും കൂടി പൊടിച്ച് ചേർക്കുക. നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും, കൂടുതൽ രുചികരവുമായിരിക്കും. മൂന്നാമത്തത്, ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ് പോലുള്ള കൂടുതൽ ഇതിനകത്ത് മിക്സ് ചെയ്യുക. അത്യാവശ്യം ഫൈബേഴ്സും കൂടുതൽ വൈറ്റമിൻസും ന്യൂട്രീഷ്യസ് ആയിട്ട് ഇഡ്ഡലി മാറും. നാലാമത്തത്, നട്ട്സ്, പ്രത്യേകിച്ച് ബദാം, കാഷ്യൂനട്ട്, വാൽനട്ട് പോലുള്ളവ പൊടിച്ച് ഇതിനകത്ത് ചേർക്കുക. കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ട് നമുക്ക് ഇഡ്ഡലിയെ മാറ്റാനായിട്ട് സാധിക്കും. അഞ്ചാമത്തത്, നിങ്ങൾ ഈ ഇഡ്ഡലിയുടെ പാത്രത്തിനകത്ത് ഒരല്പം നെയ്യ് നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം അതിനകത്ത് ഇഡ്ഡലി മാവ് ഒഴിച്ച് വേവിക്കുക. നല്ല സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ സോഴ്സ് ആവും. കൊച്ചു കുട്ടികൾക്കെല്ലാം തന്നെ ഇഡ്ഡലി രുചികരവുമാവും, കൂടുതൽ ഫാറ്റ് കിട്ടാനും സോഴ്സ് എനർജി കിട്ടാനും സഹായിക്കും.